ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഒരു അടിപൊളി മീൻ കറിയാണ്. അധികം ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ കറിയാണ്. ഈ ഒരു മീൻ കറി കുടംപുളി ഉപയോഗിച്ചും മാങ്ങ ഉപയോഗിച്ചും തയ്യാറാക്കാം. ഇപ്പോൾ പല സ്ഥലങ്ങളിലും മാങ്ങയൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കുടംപുളി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കൂ. അപ്പോൾ രണ്ട് രീതിയിലും മാങ്ങ ചേർക്കേണ്ട സമയമാകുമ്പോഴൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മീൻ കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മീൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 350 ഗ്രാം മീൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു അളവിലേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പുളി വേണം എന്നുള്ളതനുസരിച്ച് കുടംപുളിയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 പീസ് എന്ന് പറയുമ്പോൾ ഈ മീനിന് കറക്റ്റ് ആയിരിക്കും. ഇത് വറ്റ എന്ന് പറയുന്ന മീനാണ്. വറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മീനാണ്. ഇത് അതിൻ്റെ ചെറിയ കുട്ടി മീനാണ് കേട്ടോ. വറ്റയുടെ കുട്ടികളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ മീനൊക്കെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ആദ്യം അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് ആദ്യം ചേർക്കാം. പിന്നെ ഞാനിത് ഉടനെ ഉപയോഗിച്ച് തീർക്കുന്ന കറിയാണ്. അതുകൊണ്ട് മല്ലിപ്പൊടി ചേർത്തിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉടനെ ഉപയോഗിച്ച് തീർക്കുന്ന കറി അല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കണ്ട കേട്ടോ. മല്ലിപ്പൊടി ഒഴികെയുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമുക്ക് ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അരപ്പിലേക്കായിട്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ അല്ല. നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കണം. 1 ടീസ്പൂണാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ഒരു കളറിന് വേണ്ടിയിട്ടാണിത് 1 ടീസ്പൂൺ ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിൻ്റെ കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പേസ്റ്റ് റെഡിയായതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തു. അരപ്പിന് കളർ കുറവായത് കാരണം. അപ്പോൾ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ കറി റെഡിയാക്കി തുടങ്ങാം. നമുക്കിത് മാങ്ങ ഉപയോഗിച്ചിട്ടും ചെയ്യാം, കുടംപുളി ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുടംപുളി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്ക് മാങ്ങയുടെ സീസൺ ആകുമ്പോൾ മാങ്ങ കിട്ടുന്നതനുസരിച്ച് മാങ്ങ കട്ട് ചെയ്തിട്ടിട്ട് ഈ ഒരു കറി റെഡിയാക്കാം. അപ്പോൾ നമുക്ക് വേറെ ചട്ടിയിലേക്ക് കാര്യങ്ങൾ നീക്കാം. നമ്മളിപ്പോൾ കറി റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി കത്തിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുള്ളൂ. നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 രീതിയിലും കറി ഉണ്ടാക്കാം. നമുക്ക് വറവ് ചേർത്തിട്ട് കറി ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ വറവ് ചേർക്കാതെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ വറവ് ചേർക്കാത്ത രീതിയിലാണ് ഈ കറി റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവയൊക്കെ ഒന്ന് പൊടിച്ച് വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഉലുവപ്പൊടിയൊക്കെ ഉണ്ടെങ്കിലാണ് മീൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളവും കുടംപുളിയും കൂടി ചേർക്കാണ്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഈ അരപ്പൊന്ന് ഇളക്കിയെടുക്കുന്നേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണം. അരപ്പ് കട്ടിയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ അരപ്പ് കട്ടിയാണ്. നമ്മൾ തിളച്ച് വരുമ്പോൾ വീണ്ടും തിക്കായി പോകുമല്ലോ. അപ്പോൾ 1 കപ്പും കൂടി വെള്ളം ചേർക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് എരിവിനായിട്ട്. അപ്പോൾ നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്, എങ്കിലും പച്ചമുളകും കൂടി ചേർക്കണം. അപ്പോൾ നമുക്ക് ഈ പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വ്യത്യാസം വരുത്താം കേട്ടോ. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. 1 തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് മീൻ ചേർക്കാം. ഇപ്പോൾ തന്നെ മീൻ ചേർക്കരുത്. കറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് ഉപ്പ് കുറവാണോ പുളി കുറവാണോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക്
ഇനി ആവശ്യമാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പുളി കുറവാണെങ്കിൽ ഒരു പീസ് കുടംപുളി ചേർത്ത് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മീൻ ചേർക്കാം. നിങ്ങൾ മാങ്ങ ചേർത്തിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു അരപ്പ് ഇതുപോലെ റെഡിയാക്കി അരപ്പ് തിളച്ച് വരുമ്പോൾ മാങ്ങ ചേർക്കുക. ആദ്യമേ തന്നെ നമ്മളിപ്പോൾ കുടംപുളി ചേർത്തതുപോലെ തന്നെ മാങ്ങ ചേർക്കേണ്ടത്. നമ്മൾ അരപ്പ് തിളച്ചതിന് ശേഷം മാത്രം മാങ്ങ ചേർത്തതിന് ശേഷം മാങ്ങയൊന്ന് പകുതി കുക്കായി വരുമ്പോൾ നമ്മുടെ മീൻ ചേർത്ത് കുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പും എരിവും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ മാങ്ങ ചേർക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ മാങ്ങ ഇട്ട് കൊടുക്കുക. ആ മാങ്ങ ഒന്ന് പകുതി കുക്കായി വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ മാങ്ങയേക്കാൾ കുക്കിംഗ് ടൈം കുറവാണ് മീനിന്. അത് ഏത് മീനാണെങ്കിലും. പിന്നെ നിങ്ങൾ വലിയ വറ്റിയാണ് എടുക്കുന്നതെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. ഒരു മീഡിയം വലിപ്പമുള്ള വറ്റിയാണ് എടുക്കുന്നതെങ്കിൽ വരഞ്ഞിട്ട് ചേർക്കുക കേട്ടോ. അപ്പോഴേ ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചെറിയ വറ്റ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ ചേർക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ ചേർക്കാം. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഞാൻ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർക്കാണ്. ഒരു വലിയ പീസ് മതി കേട്ടോ, അധികം വേണ്ട. ഇഞ്ചിയുടെ കൂടെ തന്നെ നമുക്ക് മീനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മീനൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കട്ട് ചെയ്താണ് കിട്ടിയത്. അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്ന വീഡിയോ കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. ഒരു 8 മിനിറ്റ് എടുക്കും കേട്ടോ ഈ മീനൊന്ന് കുക്കായി വരാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിക്നെസ് ഉള്ള മീനാണല്ലോ. ഒരുപാട് തിക്കല്ല എങ്കിലും കുറച്ച് തിക്നെസ് ഉള്ള മീനാണ്. ഒരു 8 മിനിറ്റ് ടൈം എടുത്താലേ നന്നായിട്ട് കുക്കായി വരുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ചട്ടി ഒന്ന് ഇളക്കി കൊടുക്കുള്ളൂ, വല്ലാതെ കയ്യിൽ കൊണ്ട് ഇളക്കില്ല കേട്ടോ. അപ്പോൾ തിളച്ച് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ നമ്മൾ മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത്രയും തിളയ്ക്കുന്നത് വരെ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഉലുവപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം. നിങ്ങൾ വറവ് റെഡിയാക്കുന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ആ എണ്ണയിലേക്ക് ഇട്ട് പൊട്ടിച്ചാലും മതി. ഞാനിപ്പോൾ വറവ് റെഡിയാക്കാത്തതുകൊണ്ടാണ് ഇതുപോലെ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കുന്നത്. ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച ഉലുവയാണിത്. ഇനി ഈ ഉലുവപ്പൊടിയും കൂടി കിടന്ന് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവപ്പൊടിയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചു വരണം. ഇതിനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നമുക്ക്. ഈ ചട്ടി ഇളക്കരുത് കേട്ടോ, മീൻ പൊടിഞ്ഞു പോവും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് ചട്ടി ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇരുന്നിട്ട് കുക്കായി വരട്ടെ. അടച്ചു വെച്ച് കുക്ക് ചെയ്യണമെന്നൊന്നുമില്ല. അടച്ചു വെച്ച് കുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അടച്ചു വെച്ചില്ലെങ്കിലും കുക്കായിക്കോളും. അപ്പോൾ ഇനി കുക്കായി കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. അപ്പോൾ നമ്മുടെ മീൻ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 8 മിനിറ്റ് ആയിട്ടോ. നന്നായിട്ട് തിള വന്ന് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മീൻ കുക്കായിട്ടുണ്ടോ നോക്കാം. കണ്ടോ, മീനൊക്കെ കുക്കായിട്ടുണ്ട്. മീൻ പൊളിഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം. നമ്മൾ വറവ് ചേർക്കാത്തതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ചേർക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ മീൻ കറിയിലേക്ക് ആ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. അതിനുശേഷം നമുക്കൊരു 1 മണിക്കൂർ കഴിയുമ്പോൾ ഉപയോഗിക്കാം കേട്ടോ. 1 മണിക്കൂർ വരെ നമ്മൾ അനക്കാതെ തന്നെ വയ്ക്കുക. 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോഴത്തേക്കും നമ്മുടെ മീനിലേക്ക് ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ച് അരപ്പും എല്ലാം പിടിച്ച് കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ അരപ്പ് കുറുകി തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ സ്പ്രെഡായി വരുന്നുണ്ട്. ഞാനിത് മാറ്റി വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പോഴാണ് ആ മീൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഈ മീൻ കറി എന്നല്ല, ഏത് മീൻ കറി ആണെങ്കിലും നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് നന്നായിട്ട് ചൂട് മാറി കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഈ ഒരു വറ്റക്കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. സാധാരണ മീൻ വയ്ക്കുന്ന രീതി തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പിയാണോ അല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ
കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മുടെ റെസിപ്പികളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലൊരു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി വരും. ആ ഓളും കൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.